പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയണത് സ്വന്തം എന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉടമ്പടി ദൈവമായിട്ട് എടുക്കും. അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും.
കാര്യം നിങ്ങൾക്കറിയാലോ, ഒരു ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും. ഫലത്തിലെ സങ്കീർത്തനം 118:8-9 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ ഭരിക്കാതെ വരണത്. അത് പ്രഭുക്കന്മാരിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും, പൊന്ന് കൊണ്ടുവന്നാലും, വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജ് ആകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആ ഉടമ്പടി പുതുക്കി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ബിലീവേഴ്സിലേക്കാണ് ഷിഫ്റ്റ് ആയത്. അവിടെ നിന്ന് ഇവനെ ആദ്യം അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഇപ്പം തന്നെ സർജറി ചെയ്യണം, പിന്നെ എന്താണെന്നുള്ളതല്ല, രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് ഒരു വയറിൻ്റെ സൈഡിലായിട്ടും ഭയങ്കരമായിട്ട് വേദന, റൈറ്റ് സൈഡിൽ. എന്താണെന്നറിയത്തില്ല, സിസേറിയൻ ചെയ്തത് കൊണ്ടായിരിക്കും ആ പെയിൻ എന്നാണ് വിചാരിച്ചിരുന്നത്. കുഞ്ഞിനെ എടുക്കാനോ പാല് കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലൻ്റെ ആ വയറിൻ്റെ ഭാഗത്ത് തൊട്ടെന്നും പ്രാർത്ഥിക്കും. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പം സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണ്. ഇനി എപ്പോഴെങ്കിലും പെയിൻ ഉണ്ടാകുകയാണ്. മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി പെയിൻ ഉണ്ടാകുകയാണെങ്കിൽ ഇനി എൻ്റെ അടുത്തോട്ട് വരേണ്ട, നേരെ ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. എനിക്ക് അസുഖം മാറി. അതായത് പിന്നീട് ഒരിക്കലും വന്നില്ല. എന്നും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് സർജറിയുടെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ മോൻ്റെതാണെങ്കിലും ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയത്. മെഡിസിൻ ഒന്നും വേണ്ടി വന്നില്ല. നമ്മൾ ചെല്ലുമ്പം സർജറി ഇപ്പം ചെയ്യണം എന്നുള്ള ഇതിലാണ് ഒത്തിരി വിഷമിച്ചാണ് അവിടെ ചെല്ലുന്നത്. ചെല്ലുന്ന സമയം
അവർ പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞത് ഹോളുണ്ട്, നമുക്ക് ഒരു 3 months ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേന് 4 ഹോളെന്നുള്ളത് 3 ഹോളും ആയിട്ട് അടഞ്ഞു. ഒരു ഹോള് ഒരു 7.5 mm ആയിരുന്നു, അത് 3.5 mm ആയിട്ട് ചുരുങ്ങി. പിന്നീട് ഓരോ തവണയും ഫോളോ അപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഡയമീറ്റർ കുറഞ്ഞു വരികയും ആ വാൽവിനുള്ളത് അതിപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. സർജറി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ കൂടി ഞങ്ങൾ അവനെ ബിലീവേഴ്സിൽ ഫോളോ അപ്പിനായിട്ട് കൊണ്ടുപോയി. ഉടമ്പടിയിൽ ഞാൻ ഈ മോൻ്റെ ഈ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിത്രയും ദൈവം സർജറി ഒന്നും ഞങ്ങളുടെ ഒരു കണ്ടീഷൻ വളരെ മോശമായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയാതെ വളരെ വിഷമിച്ചു പോയതാണ്. പക്ഷേ ഇപ്പം ആ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങൾക്ക് മനസ്സിലാവും. മോൻ ഇത്രത്തോളം സാധാരണ കുട്ടികളെ പോലെ തന്നെ കെയർ ചെയ്യാനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റി. അതിനിടയിൽ ഇവന് 4 വയസ്സായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ കാർഡിയാക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. അതിനും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്കിലും ഞാനിവിടെ ഉടമ്പടിയിൽ മോൻ്റെ ആ കാര്യം പറഞ്ഞുകൊണ്ട് കാരണം ഈ ഡെലിവറിയോടുകൂടി തന്നെ എനിക്കും അപ്പൻഡിസൈറ്റീസും മോന് ഇപ്പോൾ ഈ കാർഡിയാക് പ്രോബ്ലം അങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിട്ട് കണ്ടിന്യൂഷനായിട്ട് ഓരോരോ അസുഖങ്ങൾ അങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചു. ഉടമ്പടി തൈലം കൊടുക്കുകയും ഡെയിലി പ്രാർത്ഥനയ്ക്ക് ശേഷം അവന് നാവിൽ തൊട്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പം 4 വയസ്സായപ്പോഴത്തോടെ അവൻ ആദ്യമൊക്കെ നമ്മൾ 4 വയസ്സ് വരെ സംസാരിക്കും എന്നുള്ള ഒറ്റ ഇതിൽ അങ്ങ് പോവുമായിരുന്നു. പിന്നീട് എനിക്കും തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അങ്ങനെ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ അത് വെച്ചു. തൈലം തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടി അവനിപ്പം നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ LKGയിലാണ്, സ്കൂളിൽ പോകുന്നുണ്ട്. സ്കൂളിൽ നല്ല ആക്റ്റീവാണ്, മിസ്സുമാർക്കൊന്നും പ്രശ്നമില്ല. ഒരു വർഷം അതുകൊണ്ട് ചേർക്കാതെ നിർത്തിയിരിക്കുമായിരുന്നു. ഇവനിങ്ങനെ വർത്തമാനം പറയാതിരുന്നാൽ എങ്ങനെയാണ് അവിടെ ചെന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷെ അതൊന്നും ഇപ്പം പ്രശ്നമില്ല. നല്ല മിടുക്കനായിട്ടുള്ള കുട്ടിയായിട്ട് ക്ലാസ്സിൽ ഇത് ചെയ്യുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും എല്ലാം ഉണ്ട്. എങ്കിലും ഈ ജോലിയിൽ നിന്നൊരു സ്ഥലം വാങ്ങിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടും ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചു. ഞങ്ങൾക്ക് നല്ല ഒരു സ്ഥലമാണ് ഞാൻ ആഗ്രഹിച്ചെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു വീടും കൂടെ വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നീട് ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുകയാണ്. അത് വീട് വെക്കാൻ വേണ്ടിയിട്ട് കുറേ ലോണിന് വേണ്ടി നടന്നു. കാരണം വഴി കുറവായതുകൊണ്ട് ഒത്തിരി ബാങ്കുകളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ഒരു കാനറ ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷനായി. ഇപ്പോൾ വീട് പണി നടക്കുന്നു. 75% വർക്ക് കംപ്ലീഷൻ ആയിട്ടുണ്ട്. അതിനും ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ മൂത്താൾ സ്കേറ്റിങ്ങിനായിട്ട് നാഷണൽ മീറ്റിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ആ രൂപം പ്രാർത്ഥിച്ച് അവന് എപ്പോൾ പോയാലും ഇതിൽ ജേഴ്സിയിൽ ഇട്ട് കൊടുക്കും. ഇപ്പം അവൻ 3 നാഷണൽ മീറ്റിൽ പങ്കെടുത്തു. അതിന് ഫസ്റ്റ് ബ്രോൺസ് ആയിരുന്നു, രണ്ടാമത് പോയപ്പം സിൽവർ, ഇപ്പം ഗോൾഡ് മെഡലായി. ഇനിയിപ്പം മെയ് മാസത്തിൽ അവൻ ഓസ്ട്രേലിയയിലേക്ക് ഇൻ്റർനാഷണൽ മീറ്റ് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. ഇനിയും ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് എന്നെ കൊണ്ട് കഴിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്നുള്ളത്. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളായി. എപ്പോഴും ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോഴേ എനിക്കായിട്ട് അങ്ങോട്ട് നടന്നു പോയി അവരെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ എനിക്ക്
ഇങ്ങോട്ട് ആവശ്യക്കാരെ എനിക്ക് കൊണ്ട് തരണേന്ന് പറയും. അതുപോലെ ഒത്തിരി അത് ആ പ്രാർത്ഥനയോട് ഉണ്ടാവാം. ഒത്തിരി പേരെ നമ്മൾ ഇങ്ങോട്ട് സഹായം ചോദിച്ചു വരുന്നുണ്ട്. അവരെയൊക്കെ എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ പേപ്പർ ഞങ്ങൾ വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ പേപ്പർ എല്ലാവർക്കും വാങ്ങി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും എൻ്റെ ആ മാസം ഞാൻ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും ബസ്സിൽ കയറുമ്പോൾ പല അമ്മമാരും എൻ്റെ കയ്യിൽ ആ പേപ്പർ കൊണ്ട് തരാറുണ്ട്. എങ്കിലും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയാറില്ല, അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പം പിന്നെ ഇതേപോലെ സ്റ്റേജിലൊക്കെ കയറി നിന്ന് എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ എപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നമ്മൾ ഒത്തിരി സംസാരിക്കേണ്ടതായിട്ടുള്ള ഫീൽഡാണ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയത്തില്ലെങ്കിലും നീ എൻ്റെ കൂടെ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് എന്താണ് കറക്റ്റായിട്ട് അത് എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണേന്ന്. അപ്പം ഇപ്പം ആ ഒരു പേടിയൊക്കെ മാറി. അതിനൊക്കെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിസിയാക്കോ. ഞാൻ പുത്തൻവേലിക്കര കരോട്ടുകരയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യം തന്നെ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനോടും മാപ്പ് ചോദിക്കുന്നു, സാക്ഷ്യം പറയാൻ വൈകിയതിൽ. 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകൻ വിദേശത്തേക്ക് പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ മാതാവിൽ ഒരുപാട് വിശ്വാസമുള്ളവളാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് മാതാവിൻ്റെ പള്ളിയുണ്ട്. അവിടെ എല്ലാ ആഴ്ചയിലും പോവും, മാതാവിനോട് പ്രാർത്ഥിക്കും. മാതാവിൽ ഒരുപാട് വിശ്വാസമുണ്ട്. എൻ്റെ മോൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പോവാനുള്ള പൈസക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. ലോൺ വെച്ചിട്ട് ലോൺ അപേക്ഷിച്ച് ലോണിന് കിട്ടാതെ കുറേ നടന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2019 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മകൻ്റെ വിസ ക്യാൻസലായി എന്നാണ് ഞാൻ കേട്ടത്. എന്നിട്ടും ഞാൻ തളർന്നില്ല. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു, കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കി അവിടെ ചെന്നപ്പോൾ നവംബറിൽ എൻ്റെ മകൻ പോയി. ഒരു കുഴപ്പവുമില്ലാതെ പോയി. അവിടെ ചെന്നു, അവന് ജോലി കിട്ടി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ 2019 വെച്ച ഉടമ്പടിയിൽ വെച്ചൊരു ഇതായിരുന്നു. ഞങ്ങളുടെ ഒരു പറമ്പ് വാങ്ങിച്ചിട്ട് 24 വർഷമായി. ഞങ്ങൾക്ക് ആ പറമ്പിൽ 2 പേര് ഒപ്പിട്ട് തരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ പറമ്പ് തന്ന അയാൾ പറഞ്ഞു, ഞാനതെല്ലാം ശരിയാക്കി തരാം, നിങ്ങളിതൊന്നും അറിയണ്ട എന്നാണ് ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് അവർ ഒപ്പിടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ തന്നെ സാധിച്ചിരുന്നില്ല. ഒരു ലോൺ വെക്കുവാനോ അല്ലെങ്കിൽ അത് പുറമേലേക്ക് വിൽക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല. ഞങ്ങൾ പല പ്രാവശ്യം അയാളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കിത് ശരിയാക്കി തരണം. അപ്പോൾ അവർ പറയും, ശരിയാക്കി തരാം, പിന്നീട് അവർ വരട്ടെ എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്കത് ശരിയാകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവർ വിദേശത്തു നിന്ന് ഒരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ പറഞ്ഞു, 2 പേരും ഒരുമിച്ചുണ്ടായാലേ അത് ഒപ്പിടാൻ പറ്റുള്ളൂ, ഒരാൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, 2 പേരും 2 സ്ഥലത്താണ്, അവർ 2 പേരും കൂടി ഒരുമിച്ച് വരണം. ഒരു പ്രാവശ്യം ചെന്ന് അവിടെ കണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒപ്പിട്ട് തരാം, പിന്നെ ഞങ്ങൾ ഇനി വരുമ്പോഴാവട്ടെ എന്നാണ് പറഞ്ഞത്. അവർ 6 മാസം കഴിയുമ്പോൾ വരും, അപ്പോൾ നിങ്ങൾക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 6 മാസം കഴിഞ്ഞു, അവർ വന്നു. അവരുടെ അടുത്ത് ഇപ്പോൾ ചെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഒരു പ്രാവശ്യം പറഞ്ഞു, അടുത്ത ആഴ്ച വായോ, ഞങ്ങൾക്ക് ഒരാഴ്ച അവധിയുള്ളൂ, ഞങ്ങൾ അടുത്ത ആഴ്ച വായോ, ഞങ്ങൾ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്കത് ഒപ്പിട്ട് തരാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ ചിലപ്പോഴോ ഇത്രയും ദിവസത്തേക്ക് നിൽക്കുള്ളൂ, അതല്ലെങ്കിൽ ഞങ്ങൾ പോവും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുടെ അടുത്ത് ചെന്നു, കുറേ പ്രാവശ്യം പോയി അവരുടെ അടുക്കൽ. അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒഴിവുകളാണ്, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, സമയമില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അവർ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ
അവരുടെ അടുത്ത് കാലത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പേപ്പറെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ വന്നൊന്ന് ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളിന്ന് ആശുപത്രി കേസൊക്കെയാണ്, ഞങ്ങൾക്ക് നാളെ രാവിലെ പോവേണ്ടതാണ്, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഇവിടെ വന്ന് 2019 വന്ന് ഈ ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മാതാവിനോട് ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാറ്. അന്ന് ഞാൻ ആ മാതാവിൻ്റെ മുന്നിലിരുന്ന് 3 മണിയായപ്പോൾ കരുണക്കൊന്ത് ചൊല്ലി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒരു രഹസ്യം കൂടി ഇനി ഉള്ളൂ ചെല്ലാൻ, ഇത് ചൊല്ലി തീരുന്നതിന് മുമ്പേ അവർ വിളിക്കണം, കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ പോയാൽ ഇനി ഒരിക്കലും അവരെ ഒപ്പ് കിട്ടില്ല. രണ്ട് സ്ഥലത്താണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ മക്കൾ ഇതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണം. അതിൻ്റെ പേരിൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കരുണക്കൊന്ത് ചൊല്ലി ഒരു രഹസ്യം കൂടി ചെല്ലാനുള്ളൂ. ആ രഹസ്യം ചെല്ലാൻ നേരത്ത് മാതാവിൻ്റെ ഫോട്ടോത്തിൽ നിന്ന് ഭയങ്കരമായ ഒരു ഫോട്ടോ മാതാവ് ആ ഫോട്ടോയിലില്ല. അത് മാതാവ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയായിരുന്നു. മാതാവ് ശരിക്കും ഇറങ്ങി വന്ന് എന്നോട് പറയുന്നത് പോലെ ആ ഒരു രഹസ്യം ചെല്ലി തീരണതിന് മുന്നേ അവർ വരില്ലെന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ഫോൺ ചെയ്യുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം, ഞങ്ങളിവിടെ രജിസ്റ്റർ ഓഫീസിലുണ്ട്, ഒപ്പിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒപ്പിട്ടവർ തരില്ല എന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് ഒഴിവില്ല, ആശുപത്രിയിൽ പോവുകയാണ്, ഞങ്ങൾക്ക് നാളെ പോകേണ്ടതെന്ന് പറഞ്ഞ് അവർ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് അവർ വിളിച്ച് ഞങ്ങൾ ചെന്നു. ഞങ്ങൾക്കത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒപ്പിട്ട് കിട്ടി. ഒരു കുഴപ്പവുമില്ലാതെ അവർ ഒപ്പിട്ട് തന്നു.